ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 4 കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്കൊന്നും വലിയൊരു ഐഡിയ ഉണ്ടാവില്ല ഇന്നത്തെ ദിവസം എന്താണെന്നുള്ളത്. ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. അപ്പം അതിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും ഇന്നത്തെ ദിവസം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ആ ഒരു ക്യാൻസർ ഡേനെ പറ്റി തന്നെ ആയിക്കോട്ടെ കേട്ടോ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പം നമുക്കെല്ലാവർക്കും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയായിരിക്കില്ലേ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയും ആർക്കും വരാതിരിക്കട്ടെ, പിന്നെ എന്താ പറയുക, എല്ലാവരെയും നമ്മൾ പിന്നെ പടച്ചോൻ കാക്കണേ എന്നാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയൽ ഈ ഒരു അസുഖത്തിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ഫാമിലിയിലൊക്കെ ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അപ്പോൾ നമ്മൾ ചിലപ്പം ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ ചില ആൾക്കാരുടെ വിചാരം അത് ആർക്കും വരില്ല, അത് ഓരോ പ്രത്യേക ആൾക്കാരുണ്ട്, അവർക്ക് മാത്രമേ വരത്തുള്ളൂ എന്നാണ് കേട്ടോ. പക്ഷേ അതൊക്കെ നമുക്ക് എന്താ പറയുക, പടച്ചോൻ്റെ കയ്യിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്ക് ഒരു സെക്കൻഡ് മതി നമ്മളെ ജീവിതം ഒന്ന് മാറി മറിയാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പം ഇന്ന് പല അസുഖത്തിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഏതൊരു അസുഖത്തിനായിട്ടുണ്ടെങ്കിലും ഒന്ന് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പിന്നെ പറയൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടെസ്റ്റ് കിട്ടിയിട്ട് ആ ഒരു റിസൾട്ട് നമ്മൾ ഇങ്ങനെ CA ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പാനിക്കായിട്ടായിരിക്കും അത് കേൾക്കൽ. നമ്മൾ ഈ ലോകത്തു നിന്നൊന്നും കേൾക്കാത്ത പോലെയാണ് നമുക്ക് ഡോക്ടർ പറയുമ്പോൾ നമുക്കുള്ള ആ ഒരു ഫീലൊക്കെ ഉണ്ടാവില്ല. വേറെ എവിടുന്നോ കേൾക്കുന്ന പോലെ, വേറെ അതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊന്നുമല്ല, വേറെ ആർക്കോ പറയുന്നൊരു ഫീലൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നേരം കഴിഞ്ഞാൽ, കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ റിയാലിറ്റീനെ നമ്മൾ ഉൾക്കൊള്ളും. നമുക്ക് എന്നാണെന്ന് അറിയുമ്പം ആ ഒരു പിന്നെ ഞെട്ടലും ഭയങ്കര ഒരു പാനിക് സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. സിറ്റുവേഷനൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആയിട്ട് വരണം. നമ്മൾ ഇന്നൊരു ഈ ഒരു CA സർവൈവർ ആണ് എന്നുള്ളത് നമ്മൾ തന്നെ മെൻ്റലി പ്രിപ്പയർ ചെയ്ത് വരണം. സ്വയം നമ്മളെ പ്രിപ്പയർ ചെയ്ത് വരണം. അതിന് നമ്മൾ എന്താ പറയുക, ആ ആൾക്ക് നല്ല മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അല്ലാതെ നമ്മളും കൂടെ ഇരുന്നിട്ട് നമുക്കിത് വന്നല്ലോ, നമ്മളെ കുടുംബത്തിൽ തന്നെ ഇത് വന്നല്ലോ, ഇന്നത് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. അത് ആ ഒരാൾക്ക് കൂടുതൽ സങ്കടത്തിലേക്ക് പോകാനുള്ള ഒരു വഴി നമ്മൾ വഴിയൊരുക്കി കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല നമ്മൾ എന്താ പറയുക, കട്ട സപ്പോർട്ട് നമുക്ക് പറയില്ല, ആ ഒരു സപ്പോർട്ടായിട്ട് തന്നെ വേണം നമ്മൾ ആ ഒരു വ്യക്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട്. പിന്നെ നമ്മൾ അടുത്ത് വരുന്നത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ തികച്ചും പുതിയ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുക ഈ ഒരു CAനെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഒന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ചൊരു പ്രയാസം എടുക്കും. ഞാൻ നോർമലി ആയിട്ടുള്ള ആൾക്കാരിതാണ് കേട്ടോ പറയുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിതാണ് പറയുന്നത്. ചില ആൾക്കാർ നല്ല എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ അവർക്കൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു അസുഖത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ലോണം സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതിനനുസരിച്ച് അത് നമ്മളെ ഫിസിക്കലി കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, നമ്മൾ ബോൾഡാവും. അല്ലാത്ത പക്ഷേ നമ്മൾ എന്താ പറയുക, ഫിസിക്കലി നമുക്കതൊന്നും താങ്ങാനൊരു കരുത്തില്ലാതായിപ്പോൾ നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇനിയിപ്പം റേഡിയേഷൻ ആണെങ്കിലും കീമോ ആണെങ്കിലും ഒക്കെ കൂടിയിട്ട് നമുക്കത് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം കുറച്ചൊരു മെൻ്റലി കുറച്ചൊരു ബോൾഡായിരിക്കണം. നമ്മൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോകും. അപ്പോൾ ആ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. നമ്മളത് എന്തായാലും ഇതുമായിട്ട് ഞാൻ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളത് നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ ഡോക്ടറാണെങ്കിലും പുതിയ കീമോ റേഡിയേഷനോ ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ഞെട്ടലായിരിക്കും. പക്ഷേ നമ്മളത് എന്താ പറയുക, കുറച്ച് ആ 1-2 ദിവസത്തെ ഒരു കാര്യം ഉണ്ടാവും നമുക്കതൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളും നോർമലി പിന്നെ നമ്മൾ ആ ഒരു ലൈഫായിട്ട് അങ്ങോട്ട് യൂസ്ഡ് ആയിപ്പോവും. പക്ഷേ ഇതിനേക്കാളൊക്കെ നമ്മൾ പിന്നെ ഫേസ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണ്, പിന്നെ നമ്മൾ പുറത്തറിയുമ്പോഴുള്ളൊരു ഇതാണ് കേട്ടോ. നമുക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ പുറത്തുള്ള ആൾക്കാർ നമ്മളോട് അറിയുമ്പോഴാണ്. കാരണം ഈ അറിഞ്ഞ ആൾക്കാർ ആ ഒരു സർവൈവറോട് തന്നെയാണ് ചോദിക്കുക, ഇതാണല്ലേ അസുഖം, വേഗം മാറ്റി തട്ടേന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഈ അസുഖമല്ല ഏത് അസുഖമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ആ ഒരാളോട് ആ വ്യക്തിൻ്റെ അസുഖത്തിനെ പറ്റി നേരിട്ട് ചോദിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആലോചിക്കണം, ആ അസുഖത്തിനെ പറ്റി അവരെന്നെ പറയുമ്പോൾ അവർക്ക് ഒന്നും കൂടി തോന്നും, ഞാൻ ഏത് അസുഖമായിട്ടുണ്ടെങ്കിലും ആ ഒരു അസുഖത്തിൻ്റെ പിടിയിലാണ് ഞാൻ എന്നുള്ളത്. അവർക്ക് കുറച്ചൊരു എന്താ പറയുക, ഭയങ്കര
സങ്കടമുള്ളൊരു കാര്യമാണത്. സങ്കടമുള്ള കാര്യം മീൻസ് അവർക്കത് പിന്നെ ചിലപ്പോൾ അവരത് പൊരുത്തപ്പെട്ട് വരായിരിക്കും അവരുടെ അസുഖമായിട്ട്. പക്ഷേ ഈ ഒരൊറ്റ ചോദ്യം കാരണം അവർക്കത് പിന്നെ അന്നത്തെ ദിവസം മൊത്തം ആ ഒരു ചിന്തയായിട്ടായിരിക്കും നിൽക്കൽ. എനിക്ക് മാത്രം ഇത് വന്നല്ലോ എന്നുള്ള ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോൾ ദയവ് ചെയ്ത് അസുഖമുള്ള ആൾക്കാരെ കാണുമ്പോൾ ആ വ്യക്തിനോട് തന്നെ ആ അസുഖത്തിൻ്റെ വിവരം ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ അത്രയും നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക ഇത് അറിഞ്ഞേ ഭാഷയുള്ളൂ എന്നുണ്ടെങ്കിൽ അവരുടെ പിന്നെ ഇപ്പോൾ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ വൈഫിനോട് ചോദിക്കുക, അല്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കുക, അങ്ങനെ ചോദിക്കുക. അത്രയും നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ. അസുഖത്തിന് തന്നെ പല സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ചിലപ്പം ചില ആൾക്കാരത് പെട്ടെന്ന് മാറും, ചില ആൾക്കാർ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, ചിലത് അതിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അത് കണ്ടുപിടിക്കാൻ എടുക്കുന്ന ആ ഒരു ടൈം, പിന്നെ ഓരോന്നിനും ഓരോ സ്വഭാവമായിരിക്കുമല്ലോ ഓരോരോ അസുഖത്തിനും, അത് ഓരോ സ്റ്റേജ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അധികവും ഈ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ചെറിയൊരു അറിവ് വെച്ചിട്ട് അത് കിട്ടിയിട്ട് അതിങ്ങനെ വലിയൊരു എന്താ പറയുക ഒരു സംഭവമാക്കിയിട്ടാണ് ഈ മറ്റുള്ളവരെ മുന്നിൽ അവതരിപ്പിക്കുക. സത്യത്തിൽ പറയാന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ എവിടുന്നോ കേട്ടൊരു തുമ്പും വാലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഒരു പിന്നെ ആ വ്യക്തിനോട് പറയുന്നുണ്ടാവുക. പക്ഷെ അപ്പോൾ ആ വ്യക്തിൻ്റെ മനസ്സിൽ വെച്ചാൽ അപ്പോൾ ഈ ഒരു ചിന്തകളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എന്തായാലും രക്ഷപ്പെടില്ല, അങ്ങനെയുള്ള പിന്നെ എനിക്കെന്തോ വലിയൊരു അസുഖമാണ് എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയൊക്കെ ഈ ഒരു വ്യക്തിൻ്റെ മനസ്സിലപ്പോഴേക്ക് ഒരു രൂപപ്പെട്ടിട്ടുണ്ടോ. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ എന്താക്കുക, അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ടുള്ള അറിവുകളൊന്നും മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ഏത് അസുഖം എന്നുണ്ടെങ്കിൽ അസുഖമുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം അവർക്ക് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഇന്നസെൻ്റ് പറയുന്നുണ്ട് നമ്മളെ എന്താ പറയുക ആൾക്കാരെ നമ്മൾ കൊല്ലാക്കൊല ചെയ്യുന്നുള്ളത് അത് ശരിയാണ് കേട്ടോ. കാരണം പിന്നെ നമ്മളോട് ഡയറക്റ്റായിട്ട് ചോദിക്കുക, പിന്നെ അപ്പുറമുള്ള കാര്യങ്ങൾ അവർക്ക് വന്നതും ഇവർക്ക് വന്നതും എല്ലാ അനുഭവങ്ങളും ഇവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരാളെ ഇനിയിപ്പം ഒരു എന്ത് അസുഖമായിട്ടുണ്ടെങ്കിലും കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ആളോട് നോർമലി എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതേപോലെ പെരുമാറുക. അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നൊരാൾ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ആ ഒരു അസുഖത്തിൻ്റെ അവിടെ എടുത്തിടേണ്ടത്, ആ ഒരു ടോപ്പിക് എടുത്തിടേണ്ടത് യാതൊരു ആവശ്യമില്ല. കാരണം ആ വ്യക്തി ആ അസുഖത്തിലൂടെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ അയാളെ പിന്നെ വീണ്ടും നമ്മൾ പോയിട്ട് ഓർമ്മിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലാണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചുറ്റിലുണ്ട്. അപ്പോൾ ആ വ്യക്തിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ചോദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ആ വ്യക്തിനെ കാണാൻ പോകാതിരിക്കുക. അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നെക്സ്റ്റ് അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു കീമോയും റേഡിയേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. അത് പിന്നെ നമ്മളൊക്കെ കേട്ടറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീമോ ചെയ്താൽ മുടി കൊഴിയും, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വ്യക്തിനെ കാണാതിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് മുടി കൊഴിഞ്ഞതാണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ചോദിക്കാതിരിക്കുക. ഇനിയിപ്പം കിഡ്നി പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്ത് അസുഖമാണെന്നുണ്ടെങ്കിൽ എന്ത് അസുഖത്തിനാണോ അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് അവരുടെ ശരീരത്തിലും മുഖത്തൊക്കെ ചിലപ്പം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് നേരിട്ട് ചോദിച്ച് അവരെന്താക്കുക പിന്നെ ആ ഒരു ടെൻഷൻ അടുപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കാരണം ചോദിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പം ഒന്നും തോന്നില്ല, നമ്മൾ പറയാനുള്ള ഒരു ഇതുകൊണ്ടല്ലേ ചോദിക്കുന്നതെന്നുള്ളതായിരിക്കും നിങ്ങളെ മൈൻഡിൽ വരാം. പക്ഷേ ആ കേൾക്കുന്ന ആൾക്ക് അത് എത്രത്തോളം, കാരണം അത് അവർ ചിലപ്പോൾ അവരെന്നെ അവരെ മനസ്സിനെങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടായിരിക്കും കുറച്ചെങ്കിലും ധൈര്യമായിട്ട് അവർക്ക് നടക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരൊറ്റ നിമിഷത്തെ ക്വസ്റ്റ്യൻ കൊണ്ടിട്ടാണ് അവരുടെ ആ ഒരു അത്രയും ദിവസം അവർ പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ച് ആ ധൈര്യം മൊത്തത്തിൽ അങ്ങോട്ട് പോകുന്നത്. കാരണം നമ്മൾ കേൾക്കുന്ന പോലെയല്ല. നമുക്ക് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ എന്താ പറയുക അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു സാധാ വരുന്ന ഒരു അസുഖം പോലെ തന്നെ നമുക്ക് അതിനെ കണക്കാക്കിയിട്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ എന്താ പറയുക ചില ആൾക്കാരുടെ മുന്നിൽ പെട്ടാൽ നമ്മളതിന് സമ്മതിക്കില്ല, അതാണ് സത്യം. നമ്മൾ എത്രത്തോളം നമ്മൾ സംഭരിച്ച് വെക്കുന്ന ധൈര്യം അതൊക്കെ ചില ആൾക്കാരുടെ മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മറ്റുള്ള മനുഷ്യരുടെ അതിനൊരു വാല്യൂ കൽപ്പിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിലെത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ അത്രയും സംഭരിച്ച് വെച്ച ധൈര്യമൊക്കെ നമുക്ക് ചോർന്നു പോകുന്നതായിട്ട് കാണും കേട്ടോ. വെച്ചാൽ ഇത് നമ്മളെവിടെയും പോയിട്ട് വാങ്ങുന്ന സംഭവമൊന്നുമല്ല, നമ്മളൊരു കടയിൽ പോയിട്ട് വാങ്ങുന്ന സംഭവമല്ല, ഒന്നുമല്ല.
ഇത് നമുക്ക് പഠിച്ചോൻ തരുന്നതാണ്. അപ്പോൾ നമ്മളതിൽ ഇപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ വിശ്വാസമാണല്ലോ. അപ്പോൾ നമ്മളതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ പറയുന്നത് എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്കേ പരീക്ഷണങ്ങൾ കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മളെ ആ ഒരു സ്ട്രോങ് ആയിട്ട് കണ്ടിട്ട് പഠിച്ചോൻ തരുന്ന ഒരു പരീക്ഷണമായിട്ട് കണക്കാക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മൾ കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര്, അവർക്കൊരു സ്വസ്ഥതക്കേടോ ഒന്നും കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.